ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ലൈഫ് മിഷന്റെ ഭാഗമായി ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭൂമിയുള്ള ഭവനരഹിതർക്കുള്ള സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനമാണ് ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലോകത്തിന് മാതൃകയായി ഇതിനകം 4,30,000 വീടുകൾ നിർമ്മിച്ചതായി മന്ത്രി പറഞ്ഞു. 1,00,000-ഓളം വീടുകൾ പൂർത്തിയാക്കാൻ പോകുകയാണ്. നവംബറോടെ അതിദരിദ്രരല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. ഇതിന്റെ ഭാഗമായാണ് ഭൂമിയുള്ളവർ ആദ്യ പരിഗണന കൊടുക്കുകയും പിന്നീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകുകയും ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ശ്രമം കൂടിയാണ്. ഓരോ സ്ഥലത്തും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും അതോടൊപ്പം ലൈഫ് പദ്ധതിയിൽ ഭൂമിയുള്ളവർക്ക് ആദ്യ പരിഗണന കൊടുത്ത് അത് നടപ്പാക്കുകയും അതില്ലാത്തവർക്ക് ഭൂമിയും അതോടൊപ്പം വീടും ഒരുമിച്ച് നിർമ്മിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് രൂപം നൽകി. ആ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ സംസ്ഥാനം നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിലെ ഈ തരത്തിൽ ഭവന നിർമ്മാണ നിർമ്മാണത്തിൽ സൗജന്യമായി കൊടുത്ത രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കും. ആ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലയിലും ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായ MLA സഹകരണത്തോടെ നടപ്പാക്കി വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്കെല്ലാം നന്നായി അറിയാം. അനുഭവിച്ച് ആസ്വദിച്ചു വരുന്ന ജനങ്ങളുടെ മുമ്പിൽ ഞാനതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഏതായിരുന്നാലും നമ്മുടെ സംസ്ഥാനം ഈ ഗവൺമെന്റ് ഒന്നും കണ്ടു പിണറായി സർക്കാർ അതിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ പ്രഖ്യാപിച്ചത് ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമാണ് ഈ വീട് നിർമ്മാണത്തിന്റെ പ്രവർത്തനവും. അത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ പണത്തിന്റെ പങ്ക് വാരിക്കൊണ്ടിരുന്നതിലേക്ക് എത്തിക്കുന്ന കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിനൊപ്പം നിന്ന് ഈ ഭവന പദ്ധതി ഭംഗിയായി നടപ്പാക്കിയതിന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനുള്ള ഭരണസമിതിയും ജീവനക്കാരെയും അതിനെല്ലാവിധ സഹായവും നൽകിയ MLA-യും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ സന്ദർഭവശാൽ ഒരു കാര്യം കൂടി സൂചിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളം ലോകത്തിന്റെ നിറയിലെത്തുന്ന അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിഴിഞ്ഞം തുറമുഖം ഈ മെയ് 2-ന് KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി വിശിഷ്ട അതിഥിയായി. സംസ്ഥാന കേരളോത്സവത്തിൽ മൈമിൽ 1-ാം സ്ഥാനം നേടിയവരെയും ഭരതനാട്യത്തിൽ 2-ാം സ്ഥാനം നേടിയ KM ദേവികയെയും അനുമോദിച്ചു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ N ശശീന്ദ്രൻ, TK മോളി, K വത്സര, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സതി, ഗ്രാമപഞ്ചായത്ത് അംഗം PV സീമ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് ബാബു, ചിറക്കൽ പഞ്ചായത്ത് സെക്രട്ടറി PV രതീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു.